ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളൻ്റെ ആർട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ്. 7 of വാട്ടർ ആണ്. ഇതിൽ ചില കാര്യങ്ങൾ ഓവർ തിങ്ക് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് കേട്ടോ. കുറേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് ശരിയാണോ, ഇത് ശരിയാണോ, അത് ചെയ്താൽ ശരിയാവോ, ഇപ്പം ചെയ്യണോ, കുറച്ച് മാറ്റി വെച്ചാലോ, അല്ലെങ്കിൽ നാളെ ചെയ്താലോ, അല്ലെങ്കിൽ പിന്നെ ചെയ്താലോ. അപ്പം ചെയ്യാൻ പറ്റാതെ മാറ്റി വയ്ക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പം ഇന്നത്തെ ദിവസം നിങ്ങൾ തന്നെ ചെയ്യേണ്ട ചില കാര്യങ്ങൾ നിങ്ങൾ മാറ്റി വയ്ക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. നാളത്തേക്ക് ആക്കാതിരിക്കുക. നാളെ നീളെയാണ്. അപ്പോൾ അത് എപ്പോഴും മനസ്സിലാക്കുക. നമ്മൾ ഇന്ന് ചെയ്യേണ്ട കാര്യം അത് ചിലപ്പോൾ എന്തെങ്കിലും ഓഫീസിലെ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് ഒക്കെ ക്ലിയർ ചെയ്യേണ്ടതായിരിക്കാം, ചിലപ്പോൾ റിന്യൂ ചെയ്യേണ്ടതായിരിക്കാം. ഇതൊക്കെ നമ്മൾ മാറ്റി വെക്കാതിരിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഒരു സ്പിരിച്വൽ പ്രാക്ടീസസ് തുടങ്ങാമെന്ന് വിചാരിച്ചിരുന്നിട്ട് വീണ്ടും ഇന്ന് വേണ്ട, ഇന്നിപ്പോൾ നാളെ ആകട്ടെ എന്ന് വിചാരിക്കുന്നതായിരിക്കാം. ഹീലിംഗ് സെക്ഷൻ ആയിരിക്കാം, ചില സ്ഥലങ്ങളിലേക്ക് പോകുന്നതായിരിക്കാം. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് തീർത്ത് വയ്ക്കുക. കാരണം നാളെ നമ്മളുടെ കയ്യിലല്ല. അപ്പോൾ അത് ഒരിക്കലും മാറ്റി വെക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക. നമുക്ക് കുറേ കാർഡുകൾ എടുത്തിരുന്നു പറയാം. 6 of Pentacles, മൂൺ കാർഡ്, King of Swords, 3 of Earth, 9 of Fire, 9 of Wands, 5 of Pentacles ആണ് ബോട്ടം വന്നിട്ടുള്ളത്. നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ വളരെയധികം വിഷമം പല കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വിഷമിക്കാൻ. നമ്മളുടെ കാര്യം ഉണ്ടാവും. നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ കേട്ട് മറ്റുള്ളവരുടെ കർമ്മ എടുത്ത് നമ്മൾ വിഷമിച്ചിരിക്കുകയും ചെയ്യും. അപ്പോൾ ചിലപ്പം ചില ആൾക്കാർ നമ്മളിലേക്ക് കൂടുതൽ അവരുടെ വിഷമങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞ് അത് റിലീസ് ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. അതും വലിയ കർമ്മയാണ് കേട്ടോ. നിങ്ങൾ എടുക്കുന്നതും നിങ്ങൾക്ക് കർമ്മയാണ്, ഈ കൊടുക്കുന്നതും കർമ്മയാണ്. ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾ ആ കർമ്മ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു കാര്യം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. അപ്പം മാക്സിമം നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കേൾക്കാനോ പറയാനോ പോകാതിരിക്കുക. ഇത് സ്പിരിച്വലായിട്ടുള്ള ആൾക്കാർക്കുള്ള മെസ്സേജാണ്. നമ്മളുടെ കർമ്മ റിലീസ് ചെയ്യാനാണ് ഈ ഒരു ജന്മത്തിൽ ഈ ഭൂമിയിലേക്ക് വന്നത്. അപ്പം അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഗൈഡൻസ് ഒക്കെ എടുക്കുന്നത്. നിങ്ങൾക്ക് കുറേ കൂടുതൽ മനസ്സിലാകുന്നത് മാത്രമല്ല, നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ, നിങ്ങൾക്ക് അറിയേണ്ട പല കാര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റ് വ്യക്തികൾ പറയുന്നതായിട്ടോ ഒക്കെ നിങ്ങളുടെ മുന്നിൽ വരും. അതെന്തിനാണെന്ന് അറിയാമോ? നിങ്ങൾ സ്പിരിച്വലാണ്, നിങ്ങൾക്ക് അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതറിയാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. പക്ഷേ പലപ്പോഴും അത് തിരിച്ചറിയാതെ വീണ്ടും സെയിം പാറ്റേൺ തന്നെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ഇന്ന് ഒരു കാര്യം ചെയ്യരുതെന്ന് വിചാരിക്കും, നാളെ വീണ്ടും സെയിം സിറ്റുവേഷൻ ഉണ്ടാവും, സെയിം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. അപ്പോൾ ഈ ഒരേ പാറ്റേൺ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അത് സ്റ്റോപ്പ് ചെയ്യുക. പാസ്റ്റിലുള്ള കാര്യങ്ങൾ ഹീൽ ചെയ്യുക. പുതിയ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. ഇതിൽ ഒരു നഷ്ടത്തിലിരിക്കുന്ന നിങ്ങൾക്ക് എന്തോ നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയി, എനിക്കതിനി കിട്ടൂല എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് ഒരു പുതിയ വഴി ഇന്നത്തെ ദിവസം തുറക്കുന്നുണ്ട്. അത് ചെറിയൊരു ഇതാണ് കേട്ടോ കാണുന്നത്. ഫുള്ളി ആ വാതിൽ ഓപ്പൺ ചെയ്ത് വെക്കുന്നു എന്നുള്ളതല്ല, ഒരു ചെറിയ കുറച്ച് സ്ഥലം ഒന്ന് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്കൊന്ന് ഗൈഡൻസ് തരുന്നുണ്ട്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതിലേ പൊക്കോ എന്ന് പറയുന്നുണ്ട്. അതിൽ ബാക്കി നമ്മളുടെ ബുദ്ധി പ്രയോഗിച്ച്
നമ്മുടെ സാഹചര്യം അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാം. നമുക്ക് ഫ്രീ വില്ല് തന്നത് എന്തിനാണ്? നമ്മൾ ദൈവം ഒരു ക്ലൂവേ തരുള്ളൂ. ദൈവം നേരിട്ട് ഒന്നും എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരില്ല. നമുക്ക് ഇൻഡ്യൂഷൻ തരും. ഇതിൽ മൂൺ കാർഡുണ്ട്. കറക്റ്റ് എങ്ങോട്ട് പോകണം, ഏത് വഴി പോകണം, എന്തൊക്കെ ചെയ്യണം എന്ന് ഇൻഡ്യൂഷൻ തരുന്നുണ്ട് ആൾറെഡി. ആ ഇൻഡ്യൂഷൻ അനുസരിച്ച് പിന്നെ നമുക്കൊരു വഴിയും കൂടെ തുറന്നു തരുന്നുണ്ട്. ഇൻഡ്യൂഷനും ഉണ്ട്, ആ ഒരു വഴിയും ഉണ്ട്. ഈ വഴിയിലൂടെ ഇൻഡ്യൂഷൻ അനുസരിച്ച് മുന്നോട്ട് പോയി നമ്മളുടെ ജീവിതം ബെറ്റർ ആക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് മാത്രമാണ്. അപ്പം എന്തായാലും തുറക്കൂല എന്ന് വിചാരിച്ചിരുന്ന എന്തോ ഒരു വഴി തുറക്കുന്നുണ്ട്. ഒരുപാടൊന്നും സ്ട്രഗിൾ ചെയ്യാതെ ആ ഒരു വഴി തുറക്കുന്നു എന്നുള്ളതാണ് കാരണം. ഒരു മിറക്കിൾ പോലെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്തു നിന്ന് ഒരു സഹായം ഇന്നത്തെ ദിവസം വരാം. ഒരു ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ വളരെ വലിയ മാറ്റം വരുത്തുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ ഇന്നത്തെ ദിവസം മറ്റുള്ള വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാനുള്ളൊരു സാധ്യത ഉണ്ടെന്നാണ് കാണുന്നത്. പിന്നെ 6 ഓഫ് പെൻഡക്കിളിൻ്റെ എനർജിയാണ് ഇതിൽ. നിങ്ങൾ ചാരിറ്റി ചെയ്യേണ്ട ആൾക്കാരാണെങ്കിൽ, നിങ്ങളുടെ മുന്നിൽ എന്തെങ്കിലും ഒരു സഹായത്തിന് വേണ്ടിയിട്ടാണ് ആരെങ്കിലും വരുന്നതുണ്ടെങ്കിൽ, നിങ്ങളെ കൊണ്ട് പറ്റുമെന്നുള്ളൊരു സഹായം നിങ്ങൾ ചെയ്ത് അവരെ നിങ്ങൾ സഹായിക്കുക. കാരണം ഇതൊരു കർമ്മയുണ്ട്. ഇപ്പം ഇന്ന് നിങ്ങളുടെ മുന്നിൽ വരുന്ന ആരെങ്കിലും നിങ്ങളുമായിട്ടൊരു കർമ്മയുള്ള ആളും നിങ്ങൾ അവരെ സഹായിക്കാൻ ബാധ്യതയുള്ള ആളുമാണെന്നാണ്. അത് ഇപ്പം നിങ്ങളിരിക്കുന്ന കുറേ ക്യാഷ് കൊടുത്ത് സഹായിക്കണം എന്നുള്ളതല്ല. പക്ഷേ എന്തോ ഒരു കാര്യം, വളരെ ചെറിയ കാര്യമായിരിക്കാം ചിലപ്പോൾ അത് നമ്മൾ ശരിക്കും ഇഗ്നോർ ചെയ്ത് കളയാതിരിക്കുക. നിങ്ങളുടെ മുന്നിൽ ചിലപ്പോൾ ഒരു വഴി ചോദിക്കാൻ വരുന്ന ആളായിരിക്കാം. അതെന്താണ്, അതെന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പം മൊബൈലിൽ എന്തെങ്കിലും ഒരു കാര്യം അറിഞ്ഞുകൂടാത്ത ഒരാൾ ഇതൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചാൽ ഇത് നിങ്ങൾ അയാളോട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിൽ നിന്നും നിങ്ങൾ മാറിപ്പോയി കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്നറിയാമോ? നാളെ ഈ ഒരു കർമ്മയും ഇന്നിപ്പം നിങ്ങൾ ചെയ്യാനുള്ള ഈ ഒരു ഡ്യൂട്ടിയാണത്, അതും അടുത്ത നാളത്തെ കാര്യം കൂടെ ചെയ്യേണ്ടി വരും. അപ്പം കുറേ കാര്യങ്ങൾ നമ്മൾ പെൻഡിങ്ങിൽ വെക്കേണ്ടി വരും. ഇന്നത്തെ ദിവസത്തെ എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ മുന്നിൽ വരുന്ന ഒരാളിന് നിങ്ങളുടെ യുക്തിയും ബുദ്ധിയും അനുസരിച്ച് സഹായം ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് തോന്നിയാൽ അത് ചെയ്തു കൊടുക്കുക. അത് നിങ്ങളുടെ കർമ്മയാണ്. പാസ്റ്റിൽ നിന്നും ഒരു കർമ്മയും നിങ്ങൾ കർമ്മ ഉണ്ടാക്കി വെച്ചു. ആ ഒരു കർമ്മ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒരു സഹായത്തിന് വേണ്ടിയിട്ട് നിങ്ങളിലേക്ക് ഈ ഒരു വ്യക്തി വരുന്നതെന്ന് മനസ്സിലാക്കുക. പക്ഷേ ഇങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അത് നിങ്ങളുടെ ബുദ്ധി അനുസരിച്ച്, സാഹചര്യം അനുസരിച്ച് മാത്രം ചെയ്യാൻ ശ്രമിക്കുക. മൂൺ കാർഡാണ്. ഇൻഡ്യൂഷൻ വന്നേക്കാം, ഇങ്ങനെയാണ് കാര്യം, ഇത് ഇങ്ങനെയാണ് സംഭവിക്കാൻ പോകണമെന്ന് നിങ്ങൾക്കൊരു ഇൻഡ്യൂഷൻ വർക്കൗട്ട് ആകുന്നു എന്നുള്ളതാണ് കാണുന്നത്. നമ്മൾ ഇൻഡ്യൂഷനെ വിശ്വസിക്കാൻ ശ്രമിക്കുക എപ്പോഴും. നമ്മൾ ഇൻഡ്യൂഷനെ വിശ്വസിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത്രയും ഡീപ്പ് ലെവലിൽ സ്പിരിച്വൽ കണക്ഷൻ ഉള്ള ആൾക്കാരായിരിക്കണം. നമുക്ക് ഈ ചില സമയത്ത് വരുന്ന ചില തോന്നലുകൾ അത് ഇൻഡ്യൂഷനായിരിക്കണം എന്നില്ല. ഇൻഡ്യൂഷൻ കണക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ നല്ല പ്രാർത്ഥനയും മെഡിറ്റേഷനും ഒക്കെ ഉള്ള ആൾക്കാർക്കാണ് പെട്ടെന്ന് ഇൻഡ്യൂഷൻ കണക്ട് ആകുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു ഇൻഡ്യൂഷൻ കണക്ട് ആകുന്നു എന്നാണ് കാണുന്നത്. എന്തോ ഒരു സത്യം ഇങ്ങനെ വെളിപ്പെടുന്ന പോലത്തെ ഒരു എനർജിയാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം, ഇതിങ്ങനെയാണല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നാം. അങ്ങനത്തെ ഒരു എനർജിയാണ് കാണുന്നത്. പിന്നെ കിങ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾ ഇന്നത്തെ ദിവസം ആരുടെയും പക്ഷം പറയാൻ പോകാതിരിക്കുക. ഇന്നത്തെ ദിവസം നിങ്ങളുടെ മുന്നിലൊരു കാര്യം വരുന്നുണ്ട് എങ്കിൽ അത് കൃത്യമായിട്ടുള്ള കാര്യം മാത്രം, കർമ്മ വാങ്ങി വെക്കാത്ത കാര്യം മാത്രം ചെയ്യാൻ ശ്രമിക്കുക. ആരെയും പ്ലീസ് ചെയ്യാൻ നോക്കാതിരിക്കുക. അപ്പം സത്യത്തിൻ്റെ കൂടെ മാത്രം ഇന്നത്തെ ദിവസം നിൽക്കാൻ ശ്രമിക്കുക. അല്ലാതെ നമ്മളുടെ ഇഷ്ടമുള്ള ഒരാളാണ്, അപ്പോൾ എനിക്കത് അവർ ചെയ്യുന്ന മിസ്റ്റേക്ക് ആണെങ്കിൽ എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റൂല എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അങ്ങനെ അവർ സപ്പോർട്ട് ചെയ്യണ്ട, പക്ഷെ അവരെ എതിർക്കുകയും വേണ്ട. പ്രശ്നം തീർന്നില്ലേ? ചിലപ്പോൾ നിങ്ങൾക്ക് അവരെ വേദനിപ്പിക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് പറഞ്ഞ് അവർ പറയുന്ന തെറ്റായിട്ടുള്ള കാര്യം സപ്പോർട്ട് ചെയ്ത് കൊടുക്കരുത്. ഇന്നത്തെ ദിവസം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ ചെയ്യുക. അല്ല, ചിലപ്പോൾ ചില ആൾക്കാരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല, പക്ഷെ അതിലൊരു എക്സ്ക്യൂസ് ഉണ്ടാക്കുക. അത് തന്ത്രപൂർവ്വം നിൽക്കാൻ ശ്രമിക്കുക. അവരെയും വിഷമിപ്പിക്കുകയും വേണ്ട, അവർക്ക് നിങ്ങളിലുള്ള വിശ്വാസവും നഷ്ടപ്പെടുത്തേണ്ട. എന്നാൽ ഒരു ലോജിക്ക് ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ 3 ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് കാണുന്നത്. നിങ്ങളുടെ ടാലൻറ്റ് മറ്റുള്ളവർ അംഗീകരിക്കുന്ന ഒരു ദിവസമാണ്. മറ്റുള്ളവരോടുകൂടി ചേർന്ന് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇത് നിങ്ങളുടെ എനർജിയുമായി കണക്ട് ചെയ്ത് നിൽക്കുന്ന, നിങ്ങളുടെ വൈബ്രേഷനുമായിട്ട് ആ ഒരു നിങ്ങളുടെ വൈബ്രേഷനും അവരുടെ വൈബ്രേഷൻ ഏകദേശം ഒരേ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാനും
അവരുമായിട്ടൊരു കൊളാബറേഷനൊക്കെ വരുന്നുണ്ട് എന്നുള്ളതാണ്. സ്പിരിച്വൽ കൊളാബറേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വർക്ക് വൈസ് എന്തെങ്കിലും ഒരു കൊളാബറേഷൻ ആയിരിക്കാം. അങ്ങനെ ചിലപ്പോൾ അതൊരു നെഗോഷിയേഷൻ പോലത്തെ ഒരു കാര്യമായിരിക്കാം, ഒന്നിലധികം ആൾക്കാർ ചേർന്ന് ചെയ്ത ഒരു ഒത്തുതീർപ്പ്, അങ്ങനത്തെ ഒരു കാര്യം വരുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ അത് വളരെ മറ്റുള്ളവർക്ക് എല്ലാവർക്കും വളരെ സന്തോഷം തരുന്ന ഒരു കാര്യം ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യും എന്നാണ് കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അതിൽ ഉൾപ്പെടും എന്നാണ് കാണുന്നത്. 9 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾ നല്ല പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങളെ ആർക്കും പെട്ടെന്നൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്കുള്ള സാധ്യതകളെ നിങ്ങൾ കണ്ടെത്തി, ചിലപ്പോൾ കുറേ കാലം കൊണ്ട് നിങ്ങൾ പല കാര്യങ്ങളിലും നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരിക്കാം. ആ വെയിറ്റിംഗ് ഒക്കെ മതിയാക്കി ഇന്നത്തെ ദിവസം മുതൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഗീത ഓറക്കിൽ നിന്ന് എന്താണ് കിട്ടുന്ന ഗൈഡൻസ് നോക്കാം. ഇപ്പോൾ സൺ കാർഡാണല്ലോ വന്നിട്ടുള്ളത്, സണ്ണും മജീഷ്യനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പലർക്കും ഇന്നത്തെ ദിവസം നിങ്ങളുടെ പവർ മനസ്സിലാക്കാൻ പറ്റുന്നൊരു ദിവസമാണ് കേട്ടോ. ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റും എന്നാണ് ഇതിനകത്ത് കാണുന്നത്. ശരിക്കും ഒരു ഇന്നത്തെ എനർജി എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങൾക്കുള്ളത്. ഇന്ന് നിങ്ങൾ ആരോടെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ നിങ്ങൾ പറയുന്ന കാര്യം അവർ കേൾക്കും. കോൺഫിഡൻസ് ലെവൽ ഭയങ്കര കൂടുതലായിരിക്കും. അങ്ങനെ കൂടുതലായിരിക്കുന്ന ഒരവസ്ഥയിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക, നന്നായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങളെ മറ്റുള്ളവർ അട്രാക്ട് ചെയ്യുന്നു കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു ദിവസവും കൂടിയാണ്. സ്പിരിച്വലി നിങ്ങൾ ആ സ്പിരിച്വൽ ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് വരും എന്നാണ് കാണുന്നത് കേട്ടോ. അപ്പം ആ ഇൻഡ്യൂഷനെ നിങ്ങൾ വിശ്വസിക്കാൻ ശ്രമിക്കുക. പിന്നെ എപ്പോഴെങ്കിലും അയ്യോ എന്നെ കൊണ്ടൊന്നിനും പറ്റൂല, ഞാൻ പവർലെസ് ആണെന്ന് വിചാരിക്കുന്ന ആൾക്കാർ, എനിക്ക് നല്ല പവർ ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുക. അത് മനസ്സിലാക്കുകയല്ല, നിങ്ങൾ വിശ്വസിക്കുക. ഇന്നത്തെ ദിവസം നിങ്ങൾ പറയുന്നതും ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണം കേട്ടോ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ല. കാരണം മാനിഫെസ്റ്റ് ആകും എന്ത് കാര്യം. നിങ്ങളെക്കുറിച്ചോ മറ്റുള്ളവരെ കുറിച്ചോ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാനോ ചിന്തിക്കാനോ പാടില്ല. ഇപ്പോൾ ചില ദിവസങ്ങൾ അങ്ങനെയാണ്, നമ്മൾ എന്ത് വിചാരിച്ചാലും അത് നടക്കുന്ന ഒരു ദിവസങ്ങളാണ്. അപ്പം ഇന്നത്തെ ദിവസം നിങ്ങൾ എന്ത് വിചാരിച്ചാലും അത് റിയാലിറ്റിയിലേക്ക് വരും. അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങളെ ശത്രുക്കളെ കുറിച്ച് പോലും ഒന്നും ദോഷമായിട്ട് പറയരുത് കേട്ടോ. അപ്പം അതും സംഭവിക്കും. പക്ഷെ അത് സംഭവിച്ചാലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ കർമ്മ വരും. ഇപ്പം ഓരോരുത്തരുടെയും കർമ്മ അവരവർ അനുഭവിക്കട്ടെ. പക്ഷെ അത് നിങ്ങൾ പറഞ്ഞിട്ടാണ് ആ ഒരു കർമ്മ വരുന്നതെങ്കിൽ അവർക്ക് ഇപ്പം വന്ന ആ ഒരു കാര്യത്തിൻ്റെ കർമ്മയുടെ ഒരു ഭാഗം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഈ കർമ്മ എന്ന് പറയുന്നത് നമ്മൾ എത്ര പഠിച്ചാലും എത്ര മനസ്സിലാക്കിയാലും വീണ്ടും 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 അത് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടി വരും കേട്ടോ. പല തരത്തിലുണ്ട്. അപ്പോൾ ഈ ഒരു കർമ്മ എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കും ഇത് അവരുടെ കർമ്മഫലം അവരനുഭവിക്കട്ടെ, നമ്മൾ തന്നെ പറയുമല്ലോ ചില സമയം. അതങ്ങനെ പറഞ്ഞ് ആ ഒരു കർമ്മം വരത്തില്ല. കാരണം മാനിഫെസ്റ്റേഷനുള്ള ദിവസമാണ്, കൃത്യമായിട്ട് അത് നടക്കുന്ന ദിവസമാണ്. ആ പ്രകൃതിയായിട്ട് നിങ്ങൾ ആ ഒരു അലൈൻമെന്റിൽ നിൽക്കുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും നടക്കും. ഈ നടക്കുന്നത് നെഗറ്റീവായിട്ട് ഒരിക്കലും പറയരുത് എന്നാണ് പറയുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടിരിക്കുക. എത്ര ഒരു ഇമോഷണലി നിങ്ങൾ ഡൗൺ ആയിട്ടിരുന്നാലും ഇതെല്ലാം ശരിയാവും. ഞാൻ ഇപ്പം കടന്നു പോണ കാര്യം അത് ഞാൻ അനുഭവിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് ശരിയായി, നാളെ ഇതെല്ലാം ഓവർകം ചെയ്ത് ഞാൻ പുറത്തിറങ്ങും. ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിൽ മാത്രം ഇരിക്കുക. നിങ്ങളെക്കുറിച്ചോ, അത് വീണ്ടും പറയുന്നതാണ്, നിങ്ങളെക്കുറിച്ചോ മറ്റുള്ളവരെ കുറിച്ചോ, അതായത് നമ്മളെ ശത്രുക്കളെ കുറിച്ചോ നെഗറ്റീവായിട്ട് പറയാൻ പാടില്ല. സ്വയം എപ്പോഴും പറയൂ, ഞാൻ ഒരു സമയവും ഗതി പിടിക്കില്ല, എനിക്ക് മാത്രം എന്താണ് ഇത്ര പ്രശ്നങ്ങൾ എന്ന് പറയാതെ ദൈവത്തിന് എനിക്ക് തന്ന എല്ലാ നന്മകൾക്കും നന്ദി എന്ന് പറയുക. പ്രപഞ്ചത്തിന് നന്ദി പറയുക. നിങ്ങൾ എടുക്കുന്ന ഈ ശ്വാസത്തിന് നന്ദി പറയുക. നിങ്ങൾക്ക് കിട്ടുന്ന ആഹാരത്തിനും വെള്ളത്തിനും നന്ദി പറയുക. എല്ലാത്തിനും നിങ്ങൾ ഇന്നത്തെ ദിവസം നന്ദി പറയുന്നത് നല്ലതായിരിക്കും. നമ്മൾ യാത്ര ചെയ്യാൻ ഒരു വാഹനമുണ്ട്, അപ്പോൾ അതിന് നന്ദി പറയുക. എല്ലാ കാര്യത്തിനും നല്ല സൗഹൃദങ്ങളുണ്ടെങ്കിൽ നന്ദി പറയുക. നല്ല ജോലി ഉണ്ടെങ്കിൽ നന്ദി പറയുക. നന്ദി പറയുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്ത് വന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ. ഞാൻ ഇതൊക്കെ കുറേ വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ ക്ലാസ്, അതായത് ഡോക്ടർ പി വിജയൻ സാറിൻ്റെ, ജിജി വിജയൻ മാഡത്തിൻ്റെ, പിന്നെ ഡോക്ടർ ബി ജയപ്രകാശ് സാറിൻ്റെ, അങ്ങനെ കുറേ ക്ലാസ്സസ് ഞാൻ അറ്റൻഡ് ചെയ്യുമായിരുന്നു. ഇതൊന്നും മനസ്സിൽ വെക്കാതെയാണ്, ഇങ്ങനെ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ വരുമെന്ന് ഒരിക്കൽ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല.
അപ്പോൾ എനിക്ക് സ്ഥിരം അതൊരു ഇഷ്ടമായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറേ ക്ലാസ്സസ് ഇത് ചെയ്തിട്ടുണ്ട്. അന്ന് പഠിച്ച കുറേ കാര്യങ്ങൾ പക്ഷെ എൻ്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. കാരണം നമുക്ക് എല്ലാത്തിനും ഒരു സമയമുണ്ട്. ഞാൻ അത് പഠിച്ചു, അതെനിക്കറിയാം, ഞാനത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാനത് എൻ്റെ ജീവിതത്തിലേക്ക് കുറേ കാര്യം, പക്ഷെ ഞാൻ പോസിറ്റീവായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. മറ്റുള്ളവരിലേക്ക് പോസിറ്റിവിറ്റി കൊടുക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. മറ്റുള്ളവരെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാൻ അതെനിക്കിഷ്ടമല്ല. എനിക്ക് പൊതുവെ എല്ലാവരെയും ഒന്ന് ഒരു സംസാരത്തിൽ ഒരാരെങ്കിലും എന്നോടൊന്ന് പറയും ഇതൊക്കെ ശരിയാവും പോട്ടെ എന്ന് പറയാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ഇതൊക്കെ ആ ഒരു ഇതിൽ കൂടെ എനിക്ക് കിട്ടിയൊരു കാര്യം കൂടിയാണ് കേട്ടോ. അങ്ങനെ ആ ഒരു ക്ലാസ്സസിൽ കൂടെയൊക്കെ എനിക്ക് കിട്ടിയ കുറേ അറിവുകളാണ്. പക്ഷേ എനിക്ക് ഈ ഒരു സമയം എനിക്ക് നിങ്ങളോടിരുന്ന് ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ പറ്റുന്നത് അവരുടെ ക്ലാസ്സുകളാണ്. ആ ക്ലാസ്സുകളിൽ ഞാൻ പങ്കെടുത്തുകൊണ്ടാണ്. ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം സാറിന്, മാഡത്തിന്, ജയപ്രകാശ് സാറിന് ഒക്കെ ഒരുപാട് നന്ദി. എനിക്ക് ഈ ഒരു നിമിഷം ഞാൻ അവർക്കൊക്കെ നന്ദി പറയും. ഞാൻ എപ്പോഴും അതൊക്കെ പറയാറുണ്ട്. കാരണം എനിക്ക് ഇങ്ങനെയുള്ള അറിവുകൾ ഒരുപാട് തന്നത് ഈ അവർ കണ്ടക്ട് ചെയ്ത ഒരുപാട് ക്ലാസ്സസിൽ നിന്നാണ്. അപ്പോൾ ഒരുപാട് നന്ദി. അപ്പോൾ എല്ലാവർക്കും നന്മ വരട്ടെ. ഇന്നത്തെ ദിവസം എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.